നമ്മുടെ വോൾവറിൻ്റെ മരണത്തിന് ശേഷം വോൾവറിൻ്റെ ഉറ്റ ചങ്ങാതികളായ ഡെഡ്പൂളും ക്യാപ്റ്റൻ അമേരിക്കയും വോൾവറിന് വേണ്ടി നടത്തുന്ന ചില കാര്യങ്ങളാണ് ഇനി ചെറിയ കഥയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം വോൾവറിൻ്റെ ഹീലിംഗ് ഫാക്ടറിനെ പറ്റി. പക്ഷെ ഒരിക്കൽ ആ ഹീലിംഗ് ഫാക്ടർ വോൾവറിന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് ചില പ്രത്യേക സാഹചര്യത്തിൽ കുറേ തിളച്ച അഡമാൻഡിയം ദേഹത്ത് ഉരുകി വീണ് വോൾവറിൻ മരിക്കുകയാണ്. അതെങ്ങനെയാണെന്നുള്ള ഡെത്ത് ഓഫ് വോൾവറിൻ എന്ന പേരിലുള്ള കോമിക്ക് ഞാൻ വീഡിയോ ആയി നേരത്തെ നിങ്ങൾക്കായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പോൾ വോൾവറിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ വയസ്സനായ ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ ഡെഡ്പൂളും ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ വോൾവറിൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വോൾവറിൻ്റെ DNA മറ്റും ഉപയോഗിച്ച് അപകടകാരികളായ മ്യൂട്ടൻസിനെയും ക്ലോൺസിനെയും മറ്റും ഉണ്ടാക്കുവാൻ പല ഗവൺമെൻറ് ഏജൻസികളും മറ്റ് ക്രിമിനൽസും നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ വോൾവറിൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളിൽ നിന്നും വോൾവറിൻ്റെ കൊഴിഞ്ഞുപോയ മുടിനാരുകളിൽ നിന്ന് പോലും ആർക്കും വോൾവറിൻ്റെ DNA കിട്ടാതിരിക്കുവാനായി വോൾവറിൻ ഉപയോഗിച്ച സാധനങ്ങളും പുള്ളിക്കാരൻ്റെ മുടിയും മറ്റും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഡെഡ്പൂളും നശിപ്പിച്ചു കളയുവാൻ തീരുമാനിക്കുകയാണ്. എന്തിനേറെ വോൾവറിൻ ഉപയോഗിച്ച കക്കൂസ് വരെ നമ്മുടെ ഡെഡ്പൂളിനെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ച് വല്ലതുമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാണ് ക്യാപ്റ്റൻ അമേരിക്ക. അങ്ങനെ വോൾവറിൻ്റെ DNA അടങ്ങുന്ന സാധനങ്ങളും പുള്ളി ഉപയോഗിച്ച സാധനങ്ങളും പുള്ളിക്കാരൻ്റെ കൊഴിഞ്ഞുപോയ മുടിയും എല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തി ക്യാപ്റ്റനും ഡെഡ്പൂളും കത്തിച്ച് കളയുകയാണ്. പക്ഷെ പണ്ട് വോൾവറിനെ ആരോ ഒരാൾ ഒരു കത്തി കൊണ്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ആ കത്തിയിൽ വോൾവറിൻ്റെ ബ്ലഡ് പറ്റിയതുകൊണ്ട് ആ കത്തി അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയും ഡെഡ്പൂളും. അങ്ങനെ ഒടുവിൽ ബ്ലാക്ക് വിഡോയുടെ സഹായത്തോടെ കത്തിയുള്ളത് എവിടെയാണെന്ന് ക്യാപ്റ്റൻ അമേരിക്കയും ഡെഡ്പൂളും കണ്ടെത്തുകയാണ്. മോസ്കോയിലുള്ള ഒരു ക്രൈം ഏജൻസിയുടെ ലാബിലാണ് ഇപ്പോൾ ആ കത്തിയുള്ളത്. അന്നേരം തന്നെ ഡെഡ്പൂളും ക്യാപ്റ്റൻ അമേരിക്കയും പ്ലെയിനിൽ കയറി ആ ലാബിൽ ചെന്ന് വളരെ സാഹസികമായി ആ കത്തിയെടുത്ത് അവിടെയുള്ള എല്ലാവരെയും അടിച്ചും വീഴ്ത്തി ആ ലാബും കത്തിച്ച് അവർ രണ്ടുപേരും തിരിച്ചു വരികയാണ്. അങ്ങനെ ആ കത്തിയും കൊണ്ട് തിരിച്ച് നാട്ടിലെത്തിയതും ആ കത്തി നശിപ്പിച്ച് കളയുവാൻ ഡെഡ്പൂളിൻ്റെ കയ്യിൽ ആ കത്തി ക്യാപ്റ്റൻ അമേരിക്ക കൊടുക്കുകയാണ്. എന്നാൽ ഡെഡ്പൂൾ അത് നശിപ്പിച്ച് കളയുന്നില്ല. പകരം പണ്ട് തൻ്റെ പരിചയക്കാരനായ ബട്ട്ലർ എന്ന മരിച്ചുപോയ സയൻറ്റിസ്റ്റിൻ്റെ ലാബിലേക്ക് ഡെഡ്പൂൾ അതുമായി പോവുകയാണ്. ഈ ബട്ട്ലർ ജീവിച്ചിരുന്നപ്പോൾ പണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കിയിരുന്നു. ആ മെഷീനിൽ ആരുടെയെങ്കിലും DNA വെച്ചാൽ ആ മെഷീൻ ആ വ്യക്തിയുടെ അവയവങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല പുതിയൊരു ശരീരം തന്നെ ആ മെഷീൻ ഉണ്ടാക്കി തരും. അതുകൊണ്ടിപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആ മെഷീൻ ഉപയോഗിച്ച് വോൾവറിനെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഭയങ്കരമായി ആലോചിക്കുകയാണ്. ഡെഡ്പൂൾ വോൾവറിനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.